അങ്ങനെയാണെങ്കിൽ അത്രമാത്രം ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, എന്താ പറയാ, വ്യവസായം നടത്താൻ അനുകൂല അന്തരീക്ഷമാണെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ മുതലാളിമാരൊന്നും തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കൊന്നും പോകണ്ടല്ലോ, ഗുജറാത്തിലേക്കൊന്നും പോകണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ സഖാക്കളായ എത്രയെത്ര ബിസിനസ്സുകാർ, എത്രയെത്ര മുതലാളിമാർ, എത്രയെത്ര വ്യവസായികൾ, അവരുടെയൊക്കെ വ്യവസായശാലകൾ കേരളത്തിലുള്ളതിന്റെ 10 മടങ്ങ് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ ഇതാണ് കേരളത്തിലെ അവസ്ഥ. അപ്പോൾ ഈ പിണറായി വിജയന്റെ തള്ളാണ് ഇക്കഴിഞ്ഞ ഏതൊരു ദിവസം പിണറായി വിജയന്റെ തള്ളാണ്. അതായത് 3 ലക്ഷം കോടി, അതായത് പി രാജീവ് എന്ന് പറഞ്ഞാൽ വേറൊരു തള്ളലാസാണ് പി രാജീവ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും അടഞ്ഞു കിടക്കുകയാണ്, അല്ലെ? കാട് കയറി കിടക്കുകയാണ്. സ്റ്റീൽ കോംപ്ലക്സിന്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാം കോഴിക്കോട്ടെ. പി രാജീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് വ്യവസായികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഒന്നും കിട്ടാനില്ലെന്നേ, ഇങ്ങനെ കുത്തൊഴുക്കാണ് ആൾക്കാരുടെ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ. അപ്പോഴാണ് ഒരു വ്യവസായി പിണറായി വിജയനെ കാണാൻ വന്നു. ഇയാൾക്ക് പെട്ടെന്നാണ്ട് വ്യവസായം തുടങ്ങണം. അപ്പം പിണറായി ചോദിച്ചത്രേ, അല്ല ഇത് എത്രയാ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ അയാൾ പറഞ്ഞത്രേ 3 ലക്ഷം കോടി. 3 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണത്രേ. 1 2 അല്ല, 3 ലക്ഷം കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളിങ്ങനെ കാത്തു കെട്ടി കിടക്കാണ്. ഞാനിതാ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ആര്? ഏത്?